സോഷ്യോളജിൻ്റെ ഒറിജിനും ഹിസ്റ്ററിയും നോക്കുന്ന സമയത്ത് നമ്മൾ സോഷ്യോളജീൻ്റെ ഫാദറായിട്ടുള്ള അഗസ് കോംറ്റെ എന്ന് പറയുന്ന ആൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഗസ് കോംറ്റെക്ക് മുന്നേ ഈ സോഷ്യോളജീൻ്റെ കാര്യങ്ങൾക്ക് എന്തൊക്കെ ആയിരുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് ആൻഷ്യൻറ്റും അതേപോലെ തന്നെ മോഡേൺ ഡിസിപ്ലിൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ ചില സമയത്ത് എന്താണ് ഇതൊരു ആൻഷ്യൻ്റ് ആയിട്ട് പണ്ട് മുതലേ ഉള്ള സാധനമാണെന്ന് തോന്നുകയും ചെയ്യും, പക്ഷേ ഇതൊരു മോഡേൺ ആയിട്ട് ഡിസിപ്ലിനാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സാധനം ശരിക്കും എമേർജ് ചെയ്തിട്ടുണ്ട് 19th സെഞ്ച്വറിയിലാണ് എന്തല്ലേ വന്നിട്ടുള്ളത്. അത് ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? അഗസ് കോംറ്റെ ആണ് എന്തല്ലേ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സോഷ്യോളജിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫിലോസഫി, പൊളിറ്റിക്കൽ തിയറി, അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ എൻക്വയറി ഒക്കെ അതിനകത്ത് വരും, ഈ ഒരു സോഷ്യോളജിനകത്ത് വരും. ഇനി ആൻഷ്യൻ സോഷ്യൽ തോട്ട് നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഈ സോഷ്യൽ തോട്ട്, അത് പണ്ട് കാലത്ത് ഈ സൊസൈറ്റീനെ പറ്റിയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള തോട്ടും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അത് എന്തൊക്കെയാണ് പറയുന്നതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സിൻസ് ആൻറ്റിക്വിറ്റി തിങ്കേഴ്സ് ഹാവ് പോണ്ടഡ് സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ചാലഞ്ചസ്. അതായത് പണ്ട് കാലം മുതലേ തിങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സൊസൈറ്റിനെ പറ്റിയിട്ടും അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും ചാലഞ്ചസിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഈ ഫിലോസഫേഴ്സും ഹിസ്റ്റോറിയൻസും അതേപോലെ തന്നെ ലോ ഗിവേഴ്സൊക്കെ സോഷ്യൽ ഇഷ്യൂസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ ആ ഒരു വർക്കിനെ സോഷ്യോളജി എന്നുള്ള രീതിയിലല്ല എന്തുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാറ്റോ എന്ന് പറയുന്ന ആൾ എന്തുണ്ട്? പണ്ട് മുതൽ പ്ലാറ്റോ അരിസ്റ്റോട്ടിലൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്, ആൻഷ്യൻ ടൈമിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കും അരിസ്റ്റോട്ടലിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വർക്കും നാച്ചർ ഓഫ് സൊസൈറ്റിയും ഗവേണൻസ് ഒക്കെ അവർ അതിനകത്ത് നോക്കിയിട്ടുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ സോഷ്യോളജീൻ്റെ പേരിലല്ല എന്തുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പൊളിറ്റിക്സ് പറയുന്ന സാധനത്തിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, റിപ്പബ്ലിക്കിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ അതൊക്കെ എന്തിനായിട്ട് ശരിക്കും വരും? നമ്മൾ ഈ സോഷ്യോളജിനകത്ത് വരും. ഇനി മനു എന്ന് പറയുന്ന ഓത്തറിൻ്റെ മനുസ്മൃതി എന്ന് പറയുന്നതും അതേപോലെ തന്നെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രമൊക്കെ സോഷ്യലും ലീഗലായ സ്ട്രക്ചേഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്തിനടിയിലല്ല? സോഷ്യോളജിൻ്റെ അടിയിലല്ല ഇതിനകത്ത് വരുന്നത്. പണ്ട് മുതലേ ഈ സോഷ്യോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി കൺഫ്യൂഷൻസ് എന്ന് പറയുന്ന ആൾ അനലറ്റിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് ഒരു ചൈനീസ് ആയിട്ടുള്ള ആളാണ് കൺഫ്യൂഷ്യസ്. മോറൽ ഓർഡേഴ്സിനെ പറ്റിയിട്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സിസേറോ ഓൺ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വർക്കിനകത്ത് ലോ ആൻഡ് ജസ്റ്റിസിനൊക്കെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 2 3 4 5 6 ആൾക്കാർ, അപ്പോൾ ഈ 6 ആൾക്കാരും പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് ആൻഷ്യൻ ടൈമിലുള്ള ആൾക്കാരാണ്, ഓരോരോ ഭാഗത്തുള്ള ആൾക്കാരാണ്. മനു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇന്ത്യയിലാണ്, പ്ലാറ്റോ എന്നൊക്കെ പറയുന്നത് അങ്ങ് യൂറോപ്പിലാണ്, അതേപോലെ തന്നെ കൺഫ്യൂഷൻസ് ഒക്കെ ചൈനീസിലും സിസേറൊക്കെ വേറെ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സോഷ്യോളജി എന്നുള്ള പേരിലല്ല പഠിച്ചിട്ടുള്ളത്. പക്ഷേ സോഷ്യൽ കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. ഇനി മിഡിൽ ഏജസിലേക്ക് നോക്കുന്ന സമയത്ത് അത് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, അത് ആൻഷ്യൻ ടൈം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് സൊസൈറ്റിയെ പറ്റിയിട്ട് എന്തുണ്ട്? കുറേ കാര്യങ്ങൾ എല്ലാ ആൾക്കാരും പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിലീജിയസ് ടീച്ചിങ്സും കാര്യങ്ങളെല്ലാം ഇവർ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 16th സെഞ്ച്വറി ആകുന്ന സമയത്ത് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒന്നും കൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ഹ്യൂമൻ സൊസൈറ്റി എങ്ങനെയാണ് എമേർജ് ചെയ്തത്, ഹ്യൂമൻ സൊസൈറ്റി ബേസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ മാക്കിയവെല്ലി എന്ന് പറയുന്ന ഓതറിൻ്റെ ദ പ്രിൻസ് എന്ന് പറയുന്ന ഒരു വർക്കിനകത്ത് പവറും ഗവേണൻസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഹോബ്സ് ലെവിത്താൻ എന്ന് പറയുന്ന ആൾ സോഷ്യൽ കോൺട്രാക്റ്റിനെ പറ്റിയിട്ടും അതോറിറ്റിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ട്. ഹോബ്സിൻ്റെ ലെവിത്താൻ എന്ന് പറയുന്ന വർക്കാണ്. റൂസോൻ്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന വർക്ക് ഇൻഡിവിജ്വലിനും ഫ്രീഡത്തിനെ പറ്റിയിട്ടും കളക്റ്റീവ് ഗവർണൻസ് ഒക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. മോണ്ടസ്ക്യൂവിൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് വിത്തിൻ സൊസൈറ്റിയെ പഠിച്ചിട്ടുണ്ട്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നാഷനകത്ത് എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ സൊസൈറ്റിയിൽ പ്രോഗ്രസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ഉട്ടോപ്യ എന്ന് പറയുന്നൊരു വർക്ക് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. അത് ഈ ഒരു വിഷൻ ഓഫ് ഐഡിയൽ സൊസൈറ്റി എന്ന് പറയുന്ന സാധനം പണ്ട് മുതലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും ഒരു ഐഡിയൽ ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നൊരു മനസ്സ് നമുക്കുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ഫ്ലോസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പകരം വെച്ചിട്ടുള്ള ഒരു ഐഡിയൽ സൊസൈറ്റി സ്ട്രക്ചർ വരണമെന്നാണ്. അപ്പോൾ സർ തോമസ് മോർ എന്ന് പറയുന്ന ഓതറുണ്ട്, ഉട്ടോപ്യ എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ട്, ഒരു ബുക്കാണ്. അതിനകത്ത് ഒരു ഐഡിയൽ സൊസൈറ്റിയെ പറ്റിയിട്ട് പറയുകയാണ്. അതിനകത്ത് ഈക്വാലിറ്റിയും ജസ്റ്റിസ് ഒക്കെ പ്രോപ്പർ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള സൊസൈറ്റിനെ പറ്റിയിട്ടാണ് ആ ഒരു ടെക്സ്റ്റിനകത്ത് പറയുന്നത്. ഇനി ക്യാമ്പനല്ല എന്ന് പറയുന്ന ഓതറിൻ്റെ
സിറ്റി ഓഫ് സൺ എന്ന് പറയുന്ന ബുക്കും, അത് ബേക്കണിൻ്റെ ന്യൂ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു എസ്സേ ഒക്കെ ഈ ഒരു സൊസൈറ്റീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സൊസൈറ്റീൻ്റെ സയൻറ്റിഫിക് പ്രോഗ്രസിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ ഒരു ഏർലി വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ഏർലി വർക്കിനൊക്കെ ശേഷമാണ്, ഈ ഒരു ഹിസ്റ്ററിക്ക് ശേഷമാണ് പിന്നെ എന്ത് വരുന്നത്, അഗസ്റ്റ് കോംപ്റ്റെ എന്ന് പറയുന്നവർ 19th സെഞ്ച്വറിയിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സാധനം ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോഷ്യോളജിൻ്റെ ഫാദറായിട്ട് നമ്മൾ ആരും കണക്കാക്കുന്നത്, അഗസ്റ്റ് കോംപ്റ്റെനാണ് നമ്മൾ സോഷ്യോളജിൻ്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത്.